ഓട്ടാ കയറി ഓഫ് റോഡ് കത്തെ വണ്ടി ഓഫ് റോഡ് കത്തെ മൂട്ട് എല്ലാ ചുള്ളമാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളതേ അതിരപ്പള്ളിയിലാട്ടാ. അതിരപ്പള്ളി ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിലാണ്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ നൻപൻ മനോജ്. ലോറിയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 ആഴ്ചയായി. ഒരു പണിയില്ലാണ്ട് വെറുതെ വീട്ടിൽ കുത്തിരിക്കുക. അപ്പം അമ്മ എന്നോട് പറയേ, മോനമ്മ അങ്ങനെയൊന്നും ശരിയാവില്ല, മോന് തീറ്റ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തീറ്റ കിട്ടേണ്ട വെച്ചിട്ട് പിന്നെ പണിക്ക് പോകാൻ വെച്ചു. അപ്പോൾ പണിക്ക് പോകാതെ വെച്ചപ്പോൾ പണിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെയും വീട്ടിലിരുന്ന് തീറ്റ ഉറക്കം ഇത് തന്നെയായി പണി, വേറൊരു പണിയില്ല. അപ്പം അങ്ങനെ കാലത്ത് ഒരു പണിയില്ലാണ്ടിരുന്നപ്പോഴാണ് മനോജിനെ വിളിച്ചത്. മനോജിനും പണിയൊന്നുമില്ല. അങ്ങനെ ഒരു പരിപാടിയില്ലാതെ ഞങ്ങൾ രണ്ടാളും നേരെ അതിരപ്പള്ളി കാണാൻ വേണ്ടി ഇറങ്ങി. അതിരപ്പള്ളിയുടെ പുഴയുടെ സൈഡിലാട്ടമുള്ള ഇവിടെ ആണെങ്കിലേ നിറച്ച ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആനയാണെങ്കിൽ പനയൊക്കെ കുത്തി മറിച്ചിട്ടുണ്ട്. ഇതാണ് അതിരപ്പള്ളി. അതിരപ്പള്ളിയുടെ താഴ്ന്ന ഒരു പ്രദേശത്താണ് നിൽക്കണം നമ്മൾ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങാം. മനോജേ എന്താ അല്ല, പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാനുള്ള ഒരു മൂഡിലാണ്. എന്തായാലും വെറുതെ വീട്ടിൽ പൂമ്പി തെറ്റിയിരിക്കുക അല്ലേ. ഇങ്ങനെ നല്ല നല്ല സ്ഥലങ്ങൾ നമ്മുടെ അടുത്ത് നമ്മൾ കാണാൻ വേണ്ടേ. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് പോകണ്ടോ, കുപ്പിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇറങ്ങാം. വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങൽ ചടങ്ങാം. ഇതിൻ്റെ അപ്പുറത്തൊക്കെ പ്ലാന്റേഷൻ ആട്ടോ, എണ്ണപ്പന. അതേ കണ്ടോ, ആ കാണുന്നതൊക്കെ എണ്ണപ്പനയാ. പുഴയിൽ അധികം നേരം നിന്നില്ലാട്ടോ, അവിടെ ഒടുക്കത്തെ വെയിലാ. നമ്മ തണലത്തേക്ക് ഇങ്ങോട്ട് കയറാൻ വെച്ചു. വന്ന വഴി മാറിപ്പോയില്ല. പക്ഷേ ഏത് വഴിക്കണം മനോജ വന്ന് നമ്മള് ഇതിൽ തന്നെയാ. ഇവിടെ നടുക്കും മരമൊക്കെ വെട്ടിയിട്ടാക്ക ആൾക്കാർ. അതൊക്കെ ചാടി കിടക്കണം. അതില് വന്ന വഴി തെറ്റില്ല. സ്റ്റേ കാട്ടി പോയതാട്ടാ, വഴി തെറ്റൂടാ. നമുക്ക് അടയാളങ്ങൾ വെക്കണം കാട്ടി കയറി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വെച്ചു. ഇവിടെ ഒടുക്കത്തെ വെയിലാ. എഴുന്നേറ്റപ്പേ നേരം വൈകി പോയി. ഇങ്ങടേക്ക് ഇറങ്ങാണെങ്കിൽ കാലത്തിന് ഇറങ്ങണം, എന്നാലും ആ ഒരു ആംബിയൻസ് ഉള്ളു ഇവിടെ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലടാ. ഇവിടെ പനയുടെ അവിടെ ഒക്കെ നല്ല തണലാ. ഇവിടെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഇരിക്കാനൊക്കെ ജാതി രസമാണ്. അടുത്ത പ്രാവശ്യം ആവട്ടെ, നമുക്ക് നേരത്തെ തന്നെ ഇറങ്ങാം. നമുക്ക് മുകളിലേക്ക് പോഞ്ഞി. ഞങ്ങൾ നേരെ അതിരപ്പള്ളിയുടെ മുകളിലേക്ക് ഇറങ്ങാൻ പോണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഓടിക്ക് ഇറങ്ങണല്ലോട്ടാ. അത് പിന്നെ ദിവസം ഇറങ്ങാൻ വെച്ചു. ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങാൻ അറിയതല്ലേ, വെറുതെ ഇങ്ങനെ അതിരപ്പള്ളി ചുറ്റിന്ന് വരാൻ വെച്ചു. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് എപ്പോഴും കറങ്ങാൻ പോളെ ഇരിക്കണു നമ്മുടെ ചുള്ളൻ. രാവിലെ അടുത്ത യാത്ര പോകാനുള്ള മൂഡിൽ ഞാൻ പണിയാൻ വേണ്ടി വെച്ചതായിരുന്നു. ഇതൊക്കെ കഴിച്ചു വേണ്ട, ഇതൊക്കെ കഴിച്ചു പണിയാൻ വേണ്ടി വെച്ചതായിരുന്നു. മനോജ് അങ്ങനെ വണ്ടി എടുത്തുകൂടാ. മനോജ് നിയമങ്ങൾ പാലിച്ച് ഓടിക്കണോ, ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രമേ ഓടിക്കുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞപ്പോ കുറച്ചേരം നീങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലം അവിടെ ഇറങ്ങാറുണ്ട്. പക്ഷെ അവിടെ കൊടുക്കത്തെ വെയിലായിരുന്നു. ഇവിടെ ചെറുതായിട്ട് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി. എന്നാ മനോജ് പിടിച്ചോ. അങ്ങനെ അവിടെ ഇറങ്ങി. നമുക്കൊന്ന് പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് പോകാൻ വെച്ചു. ഒരു പുഴ വൈബ് പിടിക്കാം. ഓഹോ, എന്നിട്ടാ മൂട് നോക്കിയേ. വെള്ളം കുറവാട്ടോ. വേനൽക്കാലമായിപ്പോൾ വെള്ളം കുറഞ്ഞു ഇവിടെ. അതുകൊണ്ട് ഇപ്പം ഇറങ്ങാൻ പറ്റും. മഴക്കാലത്തൊന്നും ഈ വശത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഇവിടേക്ക് ആനയൊക്കെ ഇറങ്ങണ്ടോ. ഇവിടെ ആന ഇറങ്ങണ്ടോ. അതെ ആനപ്പിണ്ണം കിടക്കണോ. ഇവർ ഈ പനയൊക്കെ തിന്നാൻ വേണ്ടി ഇത് ഇവിടെ ഇറങ്ങും. ഈ സൈഡിലെ പനൊന്നും ഇല്ല. ഇപ്പം ഒരു കുത്തി മറിച്ചിട്ടാക്കാം പനയൊക്കെ തിന്നാൻ വേണ്ടി ഇവർ ഇറങ്ങണ്ട ഇവിടെ. അപ്പുറത്ത് ഫുള്ള് കാടാ. അപ്പുറത്ത് പ്ലാന്റേഷൻ ഏരിയാടാ. അപ്പുറത്തെ സൈഡിലാണ് ആന കൂടുതൽ. അവിടെയാണ് പനയുടെ ഇതും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്താണ് കൂടുതൽ ഇറങ്ങുക ആനകൾ. മനങ്ങൾ തെറിച്ചാലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തെറിക്കാൻ പോണ്. ഇവിടെ കുറച്ച് നേരം നിന്നു. ഇവിടെ ശരിക്കും ആന ഇറങ്ങണ്ടേ. അവിടെ വേണ്ട, ആനപ്പിണ്ണം കിടക്കണ്ട്. ഇവിടെയൊക്കെ ശരിക്കും ആന ഇറങ്ങണതാ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ തെറിക്കാനുള്ള മൂടാട്ടാ. നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ പോവാം. അപ്പുറത്തേക്ക് പോവാം, പൊക്കത്തേക്ക് പോഞ്ഞി. ഈ കാണുന്ന പനയാട്ടാ ഇവർ കുത്തി മറിക്കണ ആന. ഇതിൻ്റെ എന്തിനാ തിന്നാ എല്ലാം തിന്നില്ലാണ്ടല്ലേ. പിന്നെ പട്ട തിന്നില്ലാവാണ്. ഇത് അവർ ഈ സാധനം ചവിട്ടി പൊളിക്കും. ഇത് ചവിട്ടി പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ നാര തിന്നണോണ്ടാ. അതിൻ്റെ നാരിന് നല്ല മധുരമുണ്ട്. ഇവന്മാര് പട്ട തിന്നാനുള്ള ചാൻസ് കുറവാ. പട്ട തിന്നില്ല ഇവന്മാര് ആ നാര് തിന്നണ. അതിനും മധുരം കൂടുതൽ.
ലെഫ്റ്റ് സൈഡിലാണ് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഫുള്ള് എണ്ണപ്പനയാടാ. ഞാൻ ഇവിടെയാണ് ഒരു ദിവസം ടിപ്പർ കൊണ്ടുവന്നിട്ട് വഴി തെറ്റി പോയേ. മനോജാണ് ഈ ചുട്ടപടാ 40. അമ്പോ ഇവിടെ മുകളിൽ കയറാൻ പറ്റിയൊരു കുന്നുണ്ടാ. ബൈക്കോടക്കി മനോജനോട് ഞാൻ ബൈക്കോടെ എത്തിക്കാണ്. ബൈക്കറ മനോജ, ബൈക്കോടക്കറ. ഓ ഷൂറിനുള്ളവൻ. ആ നമുക്ക് ഹെൽമെറ്റ് എടുത്തോ. അല്ല ഹെൽമെറ്റ് അടച്ചോ, കുഴപ്പമില്ല. നമുക്ക് അതിന്റെ മുകളിൽ കയറാം. അവിടെ കട്ട ആംബിയൻസ് ഉണ്ട്. ഏത് മൂട്ട് വാടാ മനോജ. അൻ്റെ അമ്പോ എളുപ്പല്ലട്ടാ അതൊന്നും. ജാതി രസം. നടന്ന് കയറുമ്പോഴേക്ക് കുപ്പാട കൊല്ലടാ. കയറി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അയ്യോ ഒരു കിടില ആംബിയൻസ് ഉള്ള സ്ഥലം കണ്ടപ്പോൾ ഇറങ്ങിയതാടാ. അങ്ങോട്ട് കയറി എന്ത് രസം അറിയാൻ. ഫുള്ള് എണ്ണപ്പനിയാണ് ഇവിടെ. ആന ഉണ്ടാവുമെന്നറിയില്ല. ആന ഉണ്ടാവാൻ വഴിയില്ല. അവിടെ പോത്തിനും കയറ്റിയുണ്ട്. ഞാനും മനോജും കൂടി കയറി പോന്നു. നല്ല രസം. ഇനി പണിക്കൊന്നും പോളാ. ആ അതെ അവിടെ ജാതി ക്രൂരമായ നോട്ടൊക്കെ നോക്കണേ. അല്ലക്കോ അലക്കാളെ മൂടാ നോക്കണേ. ആ അവനെ പോത്തും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇനി പണിക്കൊന്നും പോളാ. തെണ്ടിടക്കാൻ പോടാ. അമ്മോട് പറയാൻ പോണ് അമ്മ ഞാൻ പണിക്കൊന്നും പോളാന്ന്. ഇനി മനോജിന്റെ വീട്ടിൽ പോയി ചോറിനാം. വീട്ടിൽ നിന്ന് ചോറ് തന്നില്ലെങ്കിൽ അയ്യോ മടുത്തു മടി പിടിച്ചിട്ട്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തിയടാ. അതിരപ്പള്ളിയിലേക്ക് നമ്മളതിനെ കടന്നു. അത് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെന്തായാലും അവിടെ കയറലാടാ. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കയറല. പോട്ടെ 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 പോട്ടെ. മലയാളായിരിക്കണടാ. ഒളിച്ചളിക്കണം ഒളിച്ചളിക്കണടാ. പോണം മലയാളാൻ. അയ്യോ നമ്മളെ നോക്കണ്ട. അയ്യോ ചാടിക്കോളൂ. അട്ടപ്പാടി ഇതുപോലെ ഞാൻ തോന്നണ്ടല്ലേ. അട്ടപ്പാടിക്ക് ഇതുപോലെ നല്ല ഭംഗിയുണ്ടാകാണ്. കയറി പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കയറാൻ പറ്റില്ല. ഫോറസ്റ്റ് നമ്മളിപ്പോ വാഴച്ചാൽ വരെ പോയിട്ട് തിരിച്ചു പോന്നുട്ടോ. അപ്പുറത്തേക്ക് കടത്തി വിട്ടില്ല. 55 കിലോമീറ്റർ എങ്കിലും നമ്മൾ യാത്ര ചെയ്യണം. ഇവിടുന്ന് ആ ചെക്ക് പോസ്റ്റിൽ കടത്തി വിട്ടാ. അപ്പൊ നമ്മള് വേറെ ദിവസം വരാന്ന് വെച്ചു. അതും 1 മണി വരെ കടത്തി വിടുള്ളൂ. 1 മണിക്ക് പോവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കടന്നു പോവാം. അപ്പൊ നമ്മള് ഇറങ്ങിയപ്പോ നേരം വൈകിയതുകൊണ്ട് നമുക്ക് കടന്നു പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ആനയുടെ മറ്റേ ഇതിന്റെ മണം വരില്ല. ആനച്ചൂര് അവിടുത്തെ ആനയുടെ പിണ്ടത്തിന്റെ മണം വരൂട്ടാ. പറയാൻ പറ്റില്ല. ഇവിടെ ആന ഇറങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ആനച്ചാലാണ് ഇതൊക്കെ. അങ്ങനെയല്ല പുള്ളിക്കാരൻ പറഞ്ഞ. അപ്പൊ നമ്മള് തിരിച്ചിപ്പോ ഒരാളെ ഇതിലാട്ടോ തിരിച്ചു പോന്നോണ്ടിരിക്കാണ്. നമുക്ക് തിരിച്ചെന്തായാലും പോകണം. അപ്പൊ ഞങ്ങളെന്തായാലും വാഴച്ചാലും തിരിച്ച് നമ്മള് ചാലക്കുടിക്ക് പോന്നോണ്ടിരിക്കാണ്. അയ്യോ ഏതാണ് ചാർപ്പ വെള്ളച്ചാട്ടോ. ആഹാ ഒരു കണ്ണുപോടാ വന്നേ. നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ തിരിച്ചു പോന്നു. ഇനി പതുക്കെ വീട് പിടിക്കാനുള്ള മൂട്. കുറച്ചേരം മനോജന്റെ വീട്ടിൽ പോയിരിക്കും. ഭയങ്കര കുഴിയുള്ള കാര്യങ്ങൾ നടത്തിയുള്ളല്ലോ മനോജ. കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടില്ല.
ആൾക്കാര് നല്ല കുഴിഞ്ഞിരിക്കലാണ്. പേന നോക്കണത് ഭാര്യയും ഭർത്താവ് തോന്നണ കേട്ടോ. അത് പേന നോക്കണ പണിക്ക് പോണ ഒന്നിനും പോണ്ട. സുഖ പരിപാടിയില്ല. എന്റെ പോലത്തെ ഒരു മടിയനാ തോന്നണ. അവൻ കൊട്ടുണ്ട് ഫുൾ ടൈം ഉറക്കാൻ തോന്നണ. എന്റെ ഫോട്ടോ എടുത്തലാ, എന്റെ ഫോട്ടോ എടുത്തലാ. കണ്ടാ ഫുൾ ടൈം ഉറക്കാ. സൈസ് അയ്യോ ഇപ്പൊ ചത്തനെ. ഇവർക്കൊരു കൈയൊരു കാലില്ല. അതെന്താ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് സംഭവിക്കുന്നു. ഇവര് ഫുള്ള് സ്ക്രാച്ച് ആണല്ലോ ഓരോ മേത്ത്. അങ്ങനെ നമ്മളേ അതിരപ്പള്ളിന്ന് ഇറങ്ങിയടാ. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. മനോജിനൊന്ന് വീട്ടിലാക്കണം. ഞാൻ നേരെ വീട്ടിലേക്ക് തെറിക്കും ഒരു ചായ കുടിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ഒന്നും ചെയ്യണ്ട. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.